ഹലോ പറയണ. ഓണായിട്ടോ? ഓണായിട്ട് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. എന്താ ട്രിപ്പിൻ്റെ കാര്യമോ? ചിലവൊക്കെ മേടിക്കണ്ട, പൈസ ഒക്കെ ആകുമ്പോൾ സെറ്റാക്കാം. അതിനെക്കുറിച്ചൊന്നും ആരും ടെൻഷനടിക്കുന്നുണ്ട്. ചേട്ടാ ചേട്ടാ ഞങ്ങളെ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് വരികയാണ്, അവിടുത്തെ മെമ്പേഴ്സാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഓണത്തിന് നമ്മൾ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പൊതുജനങ്ങളിൽ നിന്ന് ഞങ്ങൾ കുറച്ച് സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ട്. ചേട്ടൻ പറ്റുമെങ്കിലും ഇതൊന്ന് വായിച്ച് നോക്കിയിട്ട് സാധിക്കുമെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചാരിറ്റിയുടെ ഭാഗം ഓണത്തിന് സംഭാവനയാണ്. 100 രൂപ 50 രൂപ നിങ്ങളെല്ലാം തീരുമാനിച്ചിരിക്കുക. പൈസ നമ്മളല്ലേ സംഭാവന ഇല്ല. അതെ എൻ്റെ പൊന്നു രൂപ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല. കാരണം ഈ തരുന്ന പൈസയൊക്കെ നിങ്ങൾ പറയുന്നത് ഗൂഗിൾ പേയിലേക്കും അക്കൗണ്ടിലേക്കും ഞങ്ങൾ അയച്ചു തരുന്നത്. അതൊക്കെ കറക്റ്റായിട്ട് അവരുടെ അക്കൗണ്ടിൽ ചെല്ലുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ തന്നെ പറയുന്നു അനാഥരായ ആൾക്കാർക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ പാവങ്ങളെ സഹായിക്കണം ഞാൻ ചെയ്യുള്ളൂ. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് അയ്യോ ചേട്ടാ അങ്ങനെ വിചാരിക്കരുത്. നമ്മളൊരു സേവന പ്രവർത്തനം എന്നുള്ള രീതി മാത്രം ഇതിനെ കണ്ടാൽ മതി. കാരണം വെച്ചാൽ നമ്മൾ ഗവൺമെൻറ് അംഗീകാരത്തോടു കൂടിയാണ് നടത്തുന്നത്. അല്ലാതെ നിങ്ങളുടെ ഒരു പൈസ കൂടെ നമുക്ക് വേണ്ട. കൃത്യമായ കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇതുപോലെ 10-100 വെച്ച് ഓരോ ആൾക്കാരെ താങ്കൾ വാങ്ങിക്കുമ്പോൾ എത്ര രൂപ കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതിന് കണക്ക് വയ്ക്കാൻ ആരും വരുന്നില്ല. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ്, വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കേട്ടോ? ഓക്കെ, ശരി. ചേട്ടാ ചേട്ടാ ബാഗ് ചേട്ടാ ബാഗ് ഞാനാ ചേട്ടനെ ആശുപത്രി കൊണ്ടുപോകും. ചേട്ടൻ ഇവിടെ വീണ് കിടക്കും. അപ്പോൾ പെട്ടെന്ന് പിന്നെ വേറൊരു കാര്യം എന്നറിയാം, ഈ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപകാരം ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവമാണെന്നൊന്നുമില്ല, മനസ്സിൽ കുറച്ച് നന്മയുണ്ടാകും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ചിലത് മനസ്സിലാക്കി. ശരിയാണ്. പാവങ്ങളെ സഹായിക്കാനേ ഞാൻ ദൈവമൊന്നുമല്ല. അതുകൊണ്ട്